കൂട്ടുകാരെ, നമ്മളിപ്പോൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 34/2023 ബക്ക് LDയുടെ ആണ്. 8 പാർട്ടുകൾ ചെയ്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പാർട്ടാണ്. GK ഇതോടുകൂടി GK കംപ്ലീറ്റ് ആവാണ്. ഈ ക്ലാസ്സിൽ നമ്മൾക്ക് കുറച്ച് കമ്പ്യൂട്ടറിൻ്റെ ചോദ്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ്സിലേക്ക് ഇരിക്കുക. അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് കയറാം. 51ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ഇന്ത്യയിലെ വലിയ നഗരങ്ങളിൽ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ് ചോദിച്ചത്. വാഹനങ്ങളുടെ പുകയിലൂടെ പുറന്തള്ളപ്പെടുന്നത് ലെഡാണ്. അപ്പോൾ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ലെഡാണ്. 52. അവനി ലഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? അവനി ലഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? അവനി 2020 സമ്മർ പാരാലിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് സ്വർണം നേടിയത്. അവനി ഷൂട്ടിംഗ് താരമാണ് അല്ലേ? സാധാരണ PSC ചോദിക്കുന്നത് ഏത് ഇനത്തിലാണ് മത്സരിക്കുന്നതെന്നാണ്. അപ്പോൾ ഷൂട്ടിംഗ് ആണ് അവനി ലഖര, ഷൂട്ടിംഗ് താരമാണ്. 53. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആര്? വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണ പിള്ളയാണ്. PSC ആരംഭിച്ച കാലം മുതൽ ചോദിക്കാൻ തുടങ്ങിയ ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും ചോദിച്ചു. വരിക വരിക സഹചരേ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണ പിള്ള. എന്നാൽ കൂട്ടുകാരെ, സഹോദരൻ അയ്യപ്പൻ എഴുതിയ വളരെ പ്രശസ്തമായ ഒരു ഗാനത്തെക്കുറിച്ച് നമ്മൾ മുൻപിലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതൂ. ചോദ്യം 54. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന് പേര് എന്ത്? റിപ്പീറ്റ് ചെയ്യാറുള്ള ചോദ്യമാണ്. കഥകളിയിലെ ആദ്യ ചടങ്ങിൻ്റെ പേര് കേളികൊട്ട്. കഥകളി ഇവിടെ നടത്തുന്നുണ്ട് എന്ന് അറിയിക്കുന്നതാണ് കേളികൊട്ട് എന്ന ചടങ്ങ്. അതാണ് കഥകളിയിൽ ആദ്യമായി നടത്തുന്ന ചടങ്ങ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേര് കേളികൊട്ട്. കേരളത്തിലെ കലകൾ എന്ന ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് കഥകളിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ കാണണേ. 55. P. കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമര പശ്ചാത്തലത്തിൽ എഴുതിയതാണ്? P. കേശവദേവിൻ്റെ ഉലക്ക എന്ന നോവൽ ഏത് സമര പശ്ചാത്തലത്തിൽ എഴുതിയതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ഒരു നേതാവ് നമുക്കുണ്ട്. ആരാണെന്ന് അറിയാമോ? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയൂ. 56ാമത്തെ ചോദ്യം. വാക്കുരുവി വരുകുരുവി വാഴ കൈമേൽ ഇരികുരുവി. പക്ഷേ ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. 57. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആലുവ താലൂക്കിലെ തുരുത്തിലാണ്. 58. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. ഈ അടുത്തിടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട PT ഉഷ. 51. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഓപ്ഷനിൽ ഉത്തരവില്ല, അപ്പം ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കമ്പൈലറാണ് ഉപയോഗിക്കുന്നത്. കമ്പൈലർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണല്ലേ. അടുത്ത ചോദ്യം 60. വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. വിവിധ തരത്തിലും പ്രോട്ടോക്കോളുകളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഗേറ്റ് വേ ഉപയോഗിക്കുന്നു. 61. ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? ഡക്ക് ഡക്ക് ഗോ എന്നത്
എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ, ബ്രൗസറാണോ, ഓൺലൈൻ ഗെയിമാണോ, ഒരു സെർച്ച് എഞ്ചിനാണോ? അതെ, ഡക്ഡക്കോ ഒരു സെർച്ച് എഞ്ചിനാണ്. 62. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിനായി അയക്കുന്ന സന്ദേശം ആണ് സ്പാം. 63. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഓപ്ഷൻ നോക്കി ഇൻപുട്ട് ഉപകരണങ്ങൾ കണ്ടുപിടിക്കണം. പ്രിൻ്റർ, സ്കാനർ, പ്ലോട്ടർ, ബ്ലൂറേ DVD അതൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. ഇൻപുട്ട് ഉപകരണം സ്കാനറാണ്. 64. അറിയാനുള്ള അവകാശം നിയമം 2005 ഉദ്ദേശലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. PSCയുടെ പുതിയ മോഡൽ ചോദ്യത്തിൽ ഉൾപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് അവകാശങ്ങൾ. നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ കുറച്ച് പോയിന്റ്സ് പഠിക്കാം. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന നോക്കാം. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാകും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുന്നു. അങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് RTA പ്രകാരം ലഭിക്കില്ല. ഇപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച ഒരു വിവരമാണെങ്കിൽ RTA പ്രകാരം നമുക്ക് ലഭിക്കില്ല. അപ്പം എല്ലാ വിവരങ്ങളും ഇല്ല, കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, കുറച്ച് വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് പറയാം. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ B 1, 2, 4 ശരിയാണ്. 3 എങ്ങനെ തെറ്റിയെന്ന് മനസ്സിലായല്ലോ. ചോദ്യം 66. താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലിക അവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഏത് മൗലികാവകാശ വിഭാഗത്തിൽ പെടുന്നു? അങ്ങനെ ചോദിച്ചാൽ തുല്യതയ്ക്കുള്ള അവകാശം. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് പറയാമോ? അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ. 67. 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. രണ്ടാമത്തത്, പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാകുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. വുമൺ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പെടുന്ന ചോദ്യമാണ്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. 2 പ്രസ്താവനയും ശരിയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 68ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കുട്ടികൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോസ്കോ നിയമത്തിൻ്റെ പരിധിയിൽ വരും. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോസ്കോ നിയമപ്രകാരം കുറ്റമാണ്. കുട്ടികൾക്കെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളും പോസ്കോ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. മാത്രമല്ല പോസ്കോ നിയമപ്രകാരം അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് കുറ്റമാണ്. 1 തെറ്റ്, 2 ശരി. ചോദ്യം 69. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടു അല്ലേ? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. 70ാമത്തെ ചോദ്യം. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? ആ ദിവസമാണ് നമ്മൾ
ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട്, മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഡിസംബർ 10, 1948. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള GK ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റത്തെ 2 ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ബെവ്കോ LDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മടക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി ഉടനെ കാണാം. See you.